ഹബബുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ 17-ാം വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടെ നിൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടെ നിന്നെ നടത്തുന്നു. ഈ പറഞ്ഞ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ വിശ്വാസികളുടെ ഇടയിൽ സംഭവിക്കുന്നതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. കാരണം നമ്മളുടെ വിശ്വാസികളുടെ ഈ സമരത്തിൽ, പ്രത്യേകിച്ച് ബസിലിക്കയുടെ മുൻപിലിരിക്കുന്ന ഈ സമരത്തിൽ അനേകം പേര് അനേകം വിഷമങ്ങളെ കൂടെ കൊണ്ടുപോയി. പോലീസുകാരും മണവാളനച്ഛൻ്റെ ചെങ്കിടികളും എല്ലാവരും കൂടെ ഒത്തിട്ടുള്ള കളിയിൽ അവർക്ക് രാത്രി കുത്തി തുറന്ന് അവിടുത്തെ ഉള്ള ഒരു ബസിലിക്കയിലെ തന്നെ ഇടവകയിലെ ഒരു സീനിയർ ആർക്കിടെക്ട്സിൻ്റെ കമ്പനിയിലെ ആൾക്കാർ വന്ന് കുത്തി തുറക്കുകയും കപ്പ്യാരതിന് കൂട്ടുനിൽക്കുകയും നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ 1-2 പേര് അത് പോലീസുമായിട്ട് ഒത്തുചേർന്ന് ഒരു കളി കളിക്കുകയും ചെയ്ത് രാത്രി വന്ന് അത് പള്ളി കുത്തി തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആൾക്കാർ പള്ളിയെ കാത്തുപരിപാലിക്കാനായിട്ട്, പള്ളിയിലെ വസ്തുക്കൾ കാത്തുപരിപാലിക്കാനായിട്ട് രാത്രി തന്നെ ഓടി വന്ന് അതിൽ പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുകയും നമ്മളുടെ ഇടവകാംഗങ്ങളെ, നമ്മളുടെ വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങളും കുത്തി തുറന്ന് പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും അങ്ങനെ സിനിമയിൽ പോലും കാണാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുമ്പോഴും നമ്മൾ സ്ഥാപിച്ച പള്ളിയും പട്ടക്കാരെയും എല്ലാവരെയും സംരക്ഷിക്കാനായിട്ട് അതിനുള്ളിൽ സഭ തന്നെ നിയോഗിച്ചിരിക്കുന്ന നമ്മളുടെ തരിയനച്ഛനെയും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും മണവാളനച്ഛനെയും അതുപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. പുള്ളിക്ക് എപ്പോഴും പുറത്തുനിന്നാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതും നോക്കുന്നതും പുള്ളിക്ക് ആവശ്യമുള്ള എല്ലാ മെഡിക്കൽ എയ്ഡും എല്ലാം കൊടുക്കാൻ നമ്മൾ യാതൊരു വിധത്തിലും അതിന് പ്രതിസന്ധി നിർത്തിയിട്ടില്ല. നമ്മളതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലും അതിന് നോ പറഞ്ഞിട്ടില്ല. നമ്മൾ വേണ്ടുന്നത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രീസ്റ്റ് ഹോമിലേക്ക് പുള്ളി മാറുകയും കോടതി അടക്കം പുള്ളിയോട് മാറാൻ പറഞ്ഞിട്ട് മാറാത്തത് അതൊരു ധാർഷ്ട്യം തന്നെയാണ്. അതെന്താ പറയുക, പിത്തള പോലത്തെ നെറ്റിയുള്ളതും ഒരിക്കലും വഴങ്ങാത്ത കഴുത്തുള്ളതും എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സ്വഭാവ വൈശിഷ്ട്യമാണ് നമ്മളിപ്പോൾ മണവാളനച്ഛനിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനെ അവിടെ നിന്ന് മാറ്റുന്നത് വരെ നമ്മളുടെ ബസിലിക്ക അംഗങ്ങൾ ഒരിക്കലും തന്നെ മാറിപ്പോകുന്നതല്ല. പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവും എന്തൊക്കെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി 2-3 പേരിൽ കൂടെ തലശ്ശേരിയിലേക്ക് നിങ്ങൾ വാ, ഞാൻ അവിടെ നിന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇത്രയും നാൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഈ അരപ്പട്ടയും കെട്ടി നടക്കുന്ന ഈ പിതാവിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഇരിക്കുന്ന സാഹചര്യത്തിൽ ബസിലിക്കയിലെ സമരം പൊളിപ്പിച്ച് ഇവിടെ നിന്ന് 10-15 ആൾക്കാർ അങ്ങോട്ട് തലശ്ശേരിയിലേക്കൊക്കെ പോകാം എന്നൊക്കെ പറയുന്നത് കുതന്ത്രങ്ങളിൽ പെട്ടതല്ലേ? ഇതെന്താ, ഞങ്ങളൊന്നും അരിയാഹാരം കഴിക്കാതിരിക്കുകയാണോ? അപ്പോൾ അതുകൊണ്ട് എന്തായാലും മണവാളനച്ഛൻ പോകുന്നത് വരെ ബസിലിക്കയിലുള്ള ഈ സമരപരിപാടി ഏത് കാറ്റിലും കോളിലും എന്തിലും ഞങ്ങൾ മാറുകയില്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 21-ാം വചനത്തിൽ പറയുന്നത് പോലെ എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. എന്നാൽ തിമോത്തിയോസിൻ്റെ സ്വഭാവഗുണം നിങ്ങൾക്കറിയാമല്ലോ. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. ഇതുപോലത്തെ ഒരു പുത്രത്വ ലഭിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അമ്മമാർ, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സഭയെ സംരക്ഷിക്കും. പാമ്പ്ലാനി പിതാവിനോ തട്ടിൽ പിതാവിനോ തട്ടി കളിക്കാനുള്ളതല്ല ഞങ്ങളുടെ സഭ. അറ്റം വരെ പിടിച്ചു നിൽക്കും. ഞങ്ങൾക്ക് ആലയിൽ ആടുകളില്ലാതായാലും മുന്തിരിയിൽ ഒരു കായില്ലാതായാലും ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടാലും എന്താണേലും എന്തൊക്കെ സ്വത്തുക്കൾ നിങ്ങൾ വഴി ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയാലും ഞങ്ങൾക്ക് ആർക്കും ബിരിയാണി വാങ്ങിച്ചു തന്നിട്ടോ അല്ലെങ്കിൽ 1000 രൂപ ബാറ്റ തന്നിട്ടോ അല്ല ഞങ്ങൾ വരുന്നത്. 300-ൽ പരം സ്ത്രീകളടക്കം
ബസ്ലിക്കയിൽ നിന്നും മൗണ്ടിൽ ഈ കാറ്റിലും മഴയത്തും നടന്ന് കുരിശുമായി ഏന്തി ഞങ്ങൾ ഈശോയുടെ വിലാപയാത്ര പോലെ തന്നെ ഞങ്ങൾ മൗണ്ടിലെത്തി. ഞങ്ങളുടെ വീര്യം, സഭയോടുള്ള തീക്ഷ്ണത ഞങ്ങൾ പ്രകടിപ്പിച്ചെങ്കിൽ ഇനിയും ഞങ്ങൾ ശക്തമായിട്ട് തന്നെ നിൽക്കും.